രാജ്യത്തെ നിരോധിത ഭീകര സംഘടനയായ അൽ ഉമയുടെ പ്രധാന പ്രവർത്തകനാണ് രാജ. 26 വർഷമായി ടൈലർ രാജ എന്നറിയപ്പെടുന്ന രാജ അന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ ഒളിവിലായിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് കർണാടകയിൽ നിന്ന് രാജയെ പിടികൂടിയ കോയമ്പത്തൂർ സിറ്റി പോലീസ് ഇയാളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നു. കൊടും ഭീകരനെന്ന് തമിഴ്നാട് പോലീസ് വിശേഷിപ്പിക്കുന്ന രാജ ആരാണ്? ചോദ്യത്തിന് പോലീസ് റെക്കോർഡുകൾ തന്നെ മറുപടി പറയും. രാജ ഒരു തയ്യൽക്കാരനായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും മുൻപ് എംബ്രോയിഡറി വർക്കുകളും ചെയ്തിരുന്നു. പിന്നീട് 1998 ഫെബ്രുവരി 12-നും 14-നും ഇടയിൽ അൽ ഉമ സംഘടനയിലെ കേഡർമാർക്ക് സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്യുന്ന നിലയിലേക്ക് രാജയുടെ ട്രാക്ക് മാറി. എങ്ങനെ രാജ തീവ്രവാദിയായി മാറി എന്നതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. The police was able to secure this accused after 28 long years. We welcome it, provided there are so many people absconding and they are making threat to the peaceful life of Coimbatore city as well as India. ജോലി ചെയ്ത് ജീവിച്ചിരുന്ന സമയത്ത് ഉക്കടത്തിലെ ബിലാൽ എസ്റ്റേറ്റിലാണ് രാജ താമസിച്ചിരുന്നത്. പിന്നീട് തീവ്രവാദ സംഘടനകളുമായി ഇടപെട്ട രാജ കോയമ്പത്തൂരിലെ വല്ലാൽ നഗറിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. വാടക വീട്ടിലാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്നും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 1996-ൽ തമിഴ്നാട്ടിലെ നാഗൂർ പോലീസ് സ്റ്റേഷനിലും 96-നും 97-നും ഇടയിൽ കോയമ്പത്തൂർ സ്റ്റേഷനിലും മധുര സ്റ്റേഷനിലുമായി 3 കൊലക്കേസുകൾ രാജയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ടൈലർ രാജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പ്രധാന പ്രതി ഒപ്പനക്കര സ്ട്രീറ്റിലെ മുജീബുർ റഹ്മാൻ ഇപ്പോഴും ഒളിവിലാണ്. രണ്ട് പതിറ്റാണ്ട് മുൻപ് കോയമ്പത്തൂരിനെ നടുക്കിയ ഭീകരാക്രമണത്തിൽ രാജയ്ക്കൊപ്പം മുഖ്യ കണ്ണികളായ ചിലരെ ഇപ്പോഴും കണ്ടെത്താനാകാത്തത് പോലീസിനെ ചെറുതായൊന്നുമല്ല വലയ്ക്കുന്നത്. 1998 ഫെബ്രുവരി 14 മുതൽ 17 വരെ നടന്ന സ്ഫോടനങ്ങളിൽ 58 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 300-നടുത്ത ആളുകൾക്ക് പരിക്കേറ്റു. അന്നത്തെ BJP അധ്യക്ഷനായിരുന്ന LK അദ്വാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നതിന് മുൻപ് RS പുരം DB റോഡ് ജംഗ്ഷനിൽ അദ്ദേഹത്തിനൊരുക്കിയ വേദിക്കടുത്തായിരുന്നു വൈകിട്ട് 4:30-യോടെ ആദ്യ സ്ഫോടനം നടന്നത്. നവംബർ 29-ന് ട്രാഫിക് കോൺസ്റ്റബിൾ ശെൽവരാജിനെ അൽ ഉമ പ്രവർത്തകർ വധിച്ചതിനെ തുടർന്നുണ്ടായ കലാപത്തിലും പോലീസ് വെടിവെപ്പിലും 18 പേർ മരിച്ചു. ഇതിന് പകരം വീട്ടാൻ അൽ ഉമ പ്രവർത്തകർ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു കോയമ്പത്തൂരിലെ തുടർ സ്ഫോടനങ്ങൾ എന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. അൽ ഉമ നിരോധിക്കപ്പെട്ടു. സ്ഥാപക പ്രസിഡന്റായിരുന്ന SA ബാഷ, ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അൻസാരി എന്നിവർ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിലാണ്. 167 പ്രതികളുണ്ടായിരുന്ന കേസിൽ 153 പേർ ശിക്ഷിക്കപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.